Commit your lives before God. ജീവിതം ദൈവത്തിന്റെ മുൻപാകെ സമർപ്പിക്കുക. And have Him as a Savior all the time. ദൈവത്തെ എപ്പോഴും രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കുവിൻ. My precious friends, I greet each one of you in the name of our Lord and Savior Jesus Christ. വിലയേറിയ സ്നേഹിതന്മാരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്നേഹാശംസകൾ നേരുന്നു. Today we are going to meditate a very, very important thing which we need in our spiritual life. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരെയധികം ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. In our spiritual life also we have to grow in the Lord daily. നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മൾ അനുദിനവും ദൈവത്തിൽ വളരേണ്ടതുണ്ട്. Just as a child grows every day, we have to grow in our spiritual life. ഒരു കുഞ്ഞ് ഓരോ ദിവസവും വളരുന്നത് പോലെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളർച്ച പ്രാപിക്കണം. For that we have to have a close communion with the Lord. അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് വളരെ അടുത്ത ബന്ധം പുലർത്തേണ്ടതുണ്ട്. ഇതാകുന്നു അടിസ്ഥാനം. If you read Ephesians chapter 4 verse 13, നിങ്ങൾ എഫേസ്യർ 4:13 വാക്യം വായിക്കുകയാണെങ്കിൽ, it says we must grow till we all come to the unity of the faith and of the knowledge of the Son of God, to be a perfect man, to the measure of the stature of the fullness of Christ. നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. See the little child, after its birth it starts walking, talking and doing this and that to become a big man. നിങ്ങൾ ഒരു ശിശുവിനെ നോക്കുവിൻ. ജനനശേഷം ശിശു സംസാരിക്കുന്നു, നടക്കുന്നു, പിന്നീട് വലിയൊരു മനുഷ്യനായി മാറുന്നു. In the same way, in the spiritual world also, life also, we have to become a perfect man. അതുപോലെ ആത്മീയ ജീവിതത്തിലും നമ്മൾ പൂർണ്ണതയുള്ള മനുഷ്യരായി തീരേണ്ടതുണ്ട്. We have to grow until we reach the measure of the stature of the fullness of Christ. ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം നമ്മൾ വളരേണ്ടതുണ്ട്. Colossians chapter 2 verse 2 says, കൊലോസ്യർ 2:2 വാക്യം പറയുന്നു, that we should attain all riches of the full assurance of understanding to the knowledge of the mystery of God, both of the Father and of Christ. നമ്മൾ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കണമെന്ന് വചനം അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. So how to grow in the Lord? ആകയാൽ ദൈവത്തിൽ വളർച്ച പ്രാപിക്കുന്നത് എങ്ങനെ? If you read Colossians chapter 2 verse 9, നിങ്ങൾ കൊലോസ്യർ 2:9 വായിക്കുകയാണെങ്കിൽ, we read over there, for in him dwells all the fullness of the Godhead bodily. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. And you are complete in him who is the head of all principality and power. കൂടാതെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. Yes, my precious friends, we have to grow to be filled with such a great spirit-filled experience to get united with the Lord. അതെ സ്നേഹിതന്മാരെ, കർത്താവോട് ഒന്നായി തീരുന്നതിനെ നമ്മൾ അതുപോലെയുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതുണ്ട്. Let me explain to you from a life of a lady about whom we read in the Bible. വേദപുസ്തകത്തിലെ ഒരു സ്ത്രീയുടെ ജീവിതം ആധാരമാക്കിക്കൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കട്ടെ. Turn your Bibles to Luke 10th chapter verses 38 to 42 we will read. നമുക്ക് ലൂക്കോസ് 10-ാം അധ്യായം 38 മുതൽ 40 വരെയുള്ള 2 വാക്യങ്ങൾ വായിക്കാം. Jesus himself tells about Mary, the sister of Martha, about her life. അവിടെ യേശുക്രിസ്തു തന്നെ മാർത്തയുടെ സഹോദരിയായ മറിയയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു. Martha, her sister, was all the time worried about the worldly things. മറിയയുടെ സഹോദരിയായ മാർത്ത എപ്പോഴും ലോകപ്രകാരമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ടിരുന്നു. How to cook, what to cook and so on. എന്ത് പാകം ചെയ്യും, എങ്ങനെ പാകം ചെയ്യും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് But ചിന്തിച്ചു. see the sister Mary, എന്നാൽ മറിയയെ നോക്കുവിൻ, she was sitting at the presence of God, അവൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയായിരുന്നു, hearing the word of God, ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട്, and clinging on to God all the time. എപ്പോഴും ദൈവത്തോട് പറ്റിച്ചേർന്നുകൊണ്ട്. That's why the Lord says in verse 42, അതുകൊണ്ടാണ് 42-ാം വാക്യത്തെ പ്രകാരം പറയുന്നത്, Mary has chosen a good part. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു.
This is the best part. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. Now let us analyze our lives. ഇപ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് Are പരിശോധിക്കാം. we like Martha or Mary? നമ്മൾ മാർത്തയെ പോലെയാണോ മറിയയെ Have പോലെയാണോ? we received Jesus as a savior in our lives? നമ്മൾ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? Do we have a close communion with the Lord? നമ്മൾ ദൈവത്തോട് അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടോ? This is very, very അത് important. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Some people say, oh Jack, reading the word of God, just 2 verses or 3 verses we read, that's enough. No, not like that. ചിലർ പറയുന്നു 2-3 വാക്യങ്ങൾ വായിച്ചാൽ മാത്രം മതി, പോരാ, അതൊന്നും പോരാ. With reverence and with the fear of God, read the word of God. ദൈവഭക്തിയോടും ഭയത്തോടും കൂടി നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കുവിൻ. Mary had that fear. മറിയയ്ക്ക് ആ That's ദൈവഭയം why ഉണ്ടായിരുന്നു. she was at the feet of God all the time listening to his word. അതുകൊണ്ടാണ് എപ്പോഴും ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ട് അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നത്. Let us also do the same thing. നമുക്കും അതേ കാര്യം ചെയ്യാം. We'll keep Jesus in the first place. നമുക്ക് യേശുവിന് പ്രഥമസ്ഥാനം നൽകാം. Communion with the Lord. ദൈവത്തോട് അടുത്ത ബന്ധം പുലർത്താം. Talking to the Lord. ദൈവത്തോട് സംസാരിക്കാം. Hearing the word of God. ദൈവത്തിന്റെ വചനം കേൾക്കാം. Walking according to his leading. ദൈവഹിതാനുസരണം നടക്കാം. We have to be careful. നമ്മൾ ശ്രദ്ധയോടെ Let ജീവിക്കണം. us check up our lives. നമുക്ക് നമ്മുടെ ജീവിതം If you പരിശോധിക്കാം. want to receive the fruits of the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മ ഫലങ്ങൾ പ്രാപിക്കാൻ we should be ആഗ്രഹിക്കുന്നുവെങ്കിൽ careful in the foundation of our lives. ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധ We കേന്ദ്രീകരിക്കണം. should be united with the Lord. നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കണം. All the time, He should be in us and with us. ദൈവം എപ്പോഴും നമ്മിലും നമ്മോടൊപ്പവും ഉണ്ടായിരിക്കണം. If you read Psalm 27 verse 4, നിങ്ങൾ സങ്കീർത്തനങ്ങൾ 27:4 വായിക്കുകയാണെങ്കിൽ David writes, അവിടെ ദാവീദ് എഴുതുന്നു, I will dwell in the house of the Lord all the days of my life to behold the beauty of the Lord. യഹോവയുടെ മനോഹരത്വം കാൺമാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കുമെന്ന് ദാവീദ് പറയുന്നു. If you read Psalm 23 verse 1, David says, the Lord is my shepherd. സങ്കീർത്തനം 23:1 വായിക്കുകയാണെങ്കിൽ ദാവീദ് പറയുന്നു, യഹോവ എന്റെ My ഇടയനാകുന്നു. shepherd means my father, my everlasting God, my hope. Everything is God Almighty. എന്റെ ഇടയനെന്ന് പറഞ്ഞാൽ ദൈവം എന്റെ പിതാവാകുന്നു, നിത്യ ദൈവമാകുന്നു, പ്രത്യാശയാകുന്നു എന്നെല്ലാം അർത്ഥം. Such a close walk with the Lord David had. ദാവീദ് അതുപോലെ ദൈവത്തോടടുത്ത് ജീവിച്ചിരുന്നു. How he sought the Lord every day. എങ്ങനെയാണ് ദിനം തോറും ദാവീദ് ദൈവത്തെ If you read അന്വേഷിച്ചത്? Psalm 16th chapter verse 8, നിങ്ങൾ സങ്കീർത്തനങ്ങൾ 16:8 David വായിക്കുകയാണെങ്കിൽ says, I have set the Lord always before me, because he is at my right hand, I shall not be moved. അവിടെ ദാവീദ് പറയുന്നു, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. My people, we must have this experience. എൻ്റെ പ്രിയ ദൈവജനമേ, നമുക്കും ഈ അനുഭവം We ഉണ്ടാകണം. must keep God before us all the time. He should be at our right hand. ദൈവത്തെ എപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മൾ വെക്കണം. ദൈവം നമ്മുടെ Let us വലത്തുഭാഗത്തുണ്ടാകണം. check up our lives. നമുക്ക് നമ്മുടെ ജീവിതം You may say, പരിശോധിച്ച് I നോക്കാം. need the 9 fruits of the Spirit. നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്ക് ആത്മാവിന്റെ 9 ഫലങ്ങൾ I want വേണമെന്ന്. to shine for the Lord. എനിക്ക് ദൈവത്തിനായി പ്രകാശിക്കണം. But are you doing this work properly? എന്നാൽ നിങ്ങൾ ഈ കാര്യം കൃത്യമായി ചെയ്യുന്നുണ്ടോ? Do you have the close communion with the Lord? നിങ്ങൾ ദൈവത്തോട് അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടോ? Are you setting the Lord always before you? നിങ്ങൾ എപ്പോഴും ദൈവത്തെ നിങ്ങൾക്ക് മുൻപാകെ Are you വെച്ചിട്ടുണ്ടോ? seeking Him with all your heart? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? David writes in Psalm 18 verse 2, നോക്കൂ, സങ്കീർത്തനങ്ങൾ 18:2 ദാവീദ് എഴുതുന്നു, the Lord is my rock, my fortress, and many things he is saying about the യഹോവ Lord. എന്റെ ശൈലവും എന്റെ കോട്ടയുമാകുന്നു. പല കാര്യങ്ങളും അതുപോലെ ദാവീദ് ദൈവത്തെക്കുറിച്ച് That's എഴുതുന്നുണ്ട്. why God was pleased with him. അതുകൊണ്ടാണ് ദാവീദിൽ ദൈവം If പ്രസാദിച്ചത്. you read 1 Samuel chapter 13 verse 14 and Acts 13 verse 22, നിങ്ങൾ 1 ശമൂവേൽ 13:14 പ്രവൃത്തികൾ 13:22 God വായിക്കുകയാണെങ്കിൽ said, he was a man after my own heart. അവിടെ ദൈവം പറയുന്നു, ദാവീദ് എന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷനാണെന്ന്. This we must get from the Lord in our own life also. ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് We should പ്രാപിക്കേണ്ടതുണ്ട്. walk as David walked. ദാവീദ് ജീവിച്ചതുപോലെ നമ്മളും Should be ജീവിക്കണം. a man or a woman after God's own heart. നമ്മൾ ദൈവത്തിന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷനും സ്ത്രീയുമായി മാറണം.
analyze our lives. നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചു If നോക്കാം. not, let us commit our lives right now before Him and cry unto Him. നമുക്കതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാം. Father, give me that grace. പിതാവേ, എനിക്ക് ആ കൃപ നൽകണമേ. When I got married to Brother D.G.S. Dinakaran in the year 1959, 1959 സഹോദരൻ ദിനകരനുമായി എന്റെ വിവാഹം I നടന്നപ്പോൾ was watching his life. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ He was just നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. 24 years old. അദ്ദേഹത്തിന് 24 വയസ്സേ But after പ്രായമുണ്ടായിരുന്നുള്ളൂ. finishing our family prayer 6:30 a.m., he will go with his Bible and spend 2 hours reading the Word of God and talking to the Lord. എന്നാൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം തന്റെ വേദപുസ്തകവുമായി അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് പോകും. 2 മണിക്കൂർ വചനം വായിച്ചതിന് ശേഷമേ തിരിച്ചു God വരികയുള്ളൂ. was watching his life. ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തെ Even though നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. we had to go through many struggles in our lives, ഞങ്ങൾ നിരവധി കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നുവെങ്കിലും 48 years God was with us, 48 വർഷം ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. filled us with his presence and led us in a beautiful way. ദൈവം തന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ചു, അത്ഭുതകരമായി വഴി നടത്തി. In the same way, my precious children of God, അതുപോലെ തന്നെ എന്റെ ദൈവജനമേ, right now, if you want to be filled with the 9 fruits of the Spirit, give yourself to the Lord. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ 9 കൃപാവരങ്ങളാൽ നിറയണമെങ്കിൽ നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുവിൻ. Commit your lives before God ജീവിതം ദൈവത്തിന്റെ മുൻപാകെ സമർപ്പിക്കുവിൻ. and have Him as your Savior all the time. ദൈവത്തെ എപ്പോഴും രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കുവിൻ. Second thing we read in 1 Corinthians chapter 6 verse 17, it says, He who is joined with the Lord is one spirit with Him. രണ്ടാമത്തെ കാര്യം 1 കൊരിന്ത്യർ 6:17 കാണാം. അവിടെ വചനം പറയുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. And John 5:39 says, യോഹന്നാൻ 5:39 പറയുന്നു, Search the scriptures, for in them you have eternal നിങ്ങൾ life. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. How we can receive this eternal life? എങ്ങനെയാണ് നമുക്ക് ഈ നിത്യജീവൻ പ്രാപിക്കുവാൻ The കഴിയുക? more we read the word of God, the more we will be filled with the presence of God. നമ്മൾ ദൈവത്തിന്റെ വചനം കൂടുതൽ വായിക്കുന്തോറും ദൈവ സാന്നിധ്യത്താൽ കൂടുതലായി നിറയും. Because the word of God says, God Himself is the word of God. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം തന്നെയാണ് If you ദൈവവചനമെന്ന്. read John chapter 1 verse 1, it says, God Himself is the word of God. നിങ്ങൾ യോഹന്നാൻ 1:1 വായിക്കുകയാണെങ്കിൽ ദൈവം വചനമാകുന്നുവെന്ന് കാണാം. And Psalm 119 verse 162 says, I rejoice at your word as one who finds treasure. സങ്കീർത്തനം 119:162 വാക്യം പറയുന്നു, വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ The ആനന്ദിക്കുന്നു. person who will find treasure will rejoice. Oh, I have found out the treasure. ഒരു നിക്ഷേപം കണ്ടെത്തിയാൽ ഒരു വ്യക്തി അത്യധികം The സന്തോഷിക്കുകയില്ലേ? same way you will be rejoicing by reading the word of God and knowing the truths of the Lord. അതുപോലെ ദൈവത്തിന്റെ സത്യം അറിയുമ്പോൾ, വചനം വായിക്കുമ്പോൾ നിങ്ങളും ആനന്ദിക്കണം. In that way we have to seek the Lord, my friends. ആ വഴിയിലൂടെ സ്നേഹിതന്മാരെ നമുക്ക് ദൈവത്തെ അന്വേഷിച്ച് Only കണ്ടെത്താം. when you do that, the Lord will come and be with you and you can have a close communion with the Lord. നിങ്ങൾ അത് ചെയ്യുമ്പോൾ മാത്രമേ ദൈവം വന്ന് നിങ്ങളോടൊപ്പം വസിക്കൂ. നിങ്ങൾക്ക് ദൈവത്തോട് അടുത്ത ബന്ധം Jeremiah പുലർത്താനാകൂ. 15:16 says, Your words were found and I ate them. ഇരമ്യാവ് 15:16 പറയുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. Yes, just like eating the food, we have to eat the word of God. അതെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിന്റെ വചനവും Do we ഭക്ഷിക്കണം. have such a desire to eat the word of God? ദൈവത്തിന്റെ വചനം ഭക്ഷിക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ടോ? If you want to receive the blessings of God, being filled with the power of God, you have to do all these things. ദൈവശക്തിയാൽ നിറഞ്ഞ് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതെല്ലാം നിങ്ങൾ Your ചെയ്യണം. words were found and I ate them, and your word was to me the joy and rejoicing of my heart. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ In ഹൃദയത്തിന് that way, ആനന്ദവും we have ആയി. to read the word of God. ആ രീതിയിൽ നമ്മൾ ദൈവത്തിന്റെ വചനം Not in വായിക്കേണ്ടതുണ്ട്. the routine way. പതിവായി വായിക്കുന്നത് Oh, പോലെയല്ല. I have to read the word of God. അയ്യോ, വചനം വായിക്കണമല്ലോ, Let me open and read. ഞാൻ വചനം തുറന്ന് വായിക്കട്ടെ. that. അങ്ങനെ നിങ്ങൾ God ചെയ്യരുത്. is watching your life. ദൈവം എല്ലാം You കണ്ടുകൊണ്ടിരിക്കുന്നു. cannot cheat Him. നിങ്ങൾക്ക് ദൈവത്തെ He knows your വഞ്ചിക്കാനാവില്ല. heart's desires. നിങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ If you are ദൈവം അറിയുന്നു. sincerely reading the word of God,
through the word, God will speak to you. നിങ്ങൾ ആത്മാർത്ഥമായി വചനം വായിക്കുകയാണെങ്കിൽ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് And you have to സംസാരിക്കും. do one more thing. നിങ്ങൾ ഒരു കാര്യം കൂടി If ചെയ്യണം. you read Psalm 55 verse 17, നിങ്ങൾ സങ്കീർത്തനം 55 17 David വായിക്കുകയാണെങ്കിൽ writes like this: അവിടെ ദാവീദ് ഇപ്രകാരം Evening എഴുതുന്നു. and morning and at noon I will pray and cry aloud, and he shall hear my voice. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. What a glorious life it is എത്ര മഹനീയമായ ജീവിതമാണിത്. to have communion with the Lord. ദൈവത്തോട് അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടുള്ള ജീവിതം. Morning, evening, noontime, he was going on talking to the Lord, having fellowship with the Lord. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും ദാവീദ് ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. My friends, how much time you spend in the presence of God in prayer? സ്നേഹിതന്മാരെ, പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ എത്ര സമയം The ചെലവഴിക്കുന്നുണ്ട്? more you pray, the more you can be filled with the presence of God in a beautiful way. നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കും തോറും കൂടുതലായി ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെടുവാൻ നിങ്ങൾക്ക് Oh, I കഴിയും. have experienced beautiful things in my life. ഞാൻ എന്റെ ജീവിതത്തിൽ മനോഹരമായ കാര്യങ്ങൾ God fill me അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. with the Holy Spirit. ദൈവം പരിശുദ്ധാത്മാവിനാൽ എന്നെ All നിറച്ചു. God's abundant blessings will be upon you. ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടും. David sought him diligently. ദാവീദ് ആത്മാർത്ഥമായി ദൈവത്തെ അന്വേഷിച്ചു. Psalm 63:1, he says, O God, you are my God, early will I seek you, my soul thirsts for you. സങ്കീർത്തനം 63:1 ദാവീദ് പറയുന്നു, ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. If you want to be blessed with the things of the glorious Lord, you have to do all these things. മഹനീയമായ ദൈവാനുഗ്രഹങ്ങളാൽ നിറയപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ Oh ഇതെല്ലാം God, ചെയ്യണം. you are my God, early will I seek you. ദൈവമേ, അങ്ങന്റെ ദൈവമാകുന്നു, അധികാലത്തെ ഞാൻ അങ്ങയെ My അന്വേഷിക്കും. precious friends, young people, with a thirst, with a real thirst, seek him, and you will also be blessed like David. വിലയേറിയ സ്നേഹിതന്മാരെ, യുവജനങ്ങളെ, നിങ്ങളും ഇതുപോലെ ദൈവത്തെ അന്വേഷിക്കുവിൻ, അപ്പോൾ ദാവീദിനെ പോലെ നിങ്ങളും അനുഗ്രഹീതരാകും. People say, I don't have sleep, I'm not able to sleep, that's why I'm not well. All those things they are saying right now. ജനങ്ങൾ പറയുന്നു, എനിക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് സുഖമില്ലാതിരിക്കുന്നത്. But see what David do. എന്നാൽ ദാവീദ് എന്താണ് ചെയ്തതെന്ന് നോക്കൂ. He remembered God in his bed also. എന്നാൽ ദാവീദ് തന്റെ കിടക്കയിലും ദൈവത്തെ ഓർത്തു. Psalm 63 verse 6 says, സങ്കീർത്തനങ്ങൾ 63 When I 6 remember പറയുന്നു, you, God, on my bed, I meditate on you in the night watches. ദൈവമേ, എന്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുന്നു. To whom the Lord will give good sleep? ആർക്കാണ് ദൈവം നല്ല ഉറക്കം നൽകുന്നത്? Those who are in the presence of God. ദൈവസന്നിധിയിൽ ആയിരിക്കുന്നവർക്ക്. Even in your sleep, you can be in his presence, ഉറക്കത്തിലും നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. having a close communion with the Lord ദൈവത്തോട് അടുത്ത ബന്ധം പുലർത്തുവിൻ. and doing what all he likes, ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവിൻ. leading a pleasing life before him. ദൈവത്തിന്റെ മുൻപാകെ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം As നയിക്കുവിൻ. David had the experience, you can also have that experience. ദാവീദിന് ആ അനുഭവം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കും അത് You സ്വന്തമാക്കാം. can be united with him at all times. നിങ്ങൾക്ക് എപ്പോഴും ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കാം. And thirdly, what we have to do to receive this blessing. മൂന്നാമതായി ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Isaiah 55 verse 1 says, everyone who thirsts come to the water. യെശയ്യാവ് 55:1 പറയുന്നു, ദാഹിക്കുന്ന ഏവരും വെള്ളത്തിന് വരുവിൻ. We have to have a thirst to receive God's abundant blessings, the secrets of God's abundant blessing, the blessings of God by receiving the Holy Spirit and the gifts of the Holy Spirit and the 9 fruits പരിശുദ്ധാത്മാവിനെയും of the Spirit. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെയും പരിശുദ്ധാത്മ ഫലങ്ങളെയും പ്രാപിക്കുന്നതിലൂടെ ദൈവത്തിന്റെ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാനുള്ള ദാഹം നമുക്കുണ്ടാകണം. This is very, very important. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. John 7:37 and 38 says, യോഹന്നാൻ 7:37-38 വാക്യങ്ങൾ if പറയുന്നു, anyone thirsts, let him come to me and drink. ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. The Lord Jesus Christ says, യേശുക്രിസ്തു പറയുന്നു. he says like that, യേശുക്രിസ്തു അതുപോലെ come പറയുന്നു, unto me, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, let him drink. അവൻ കുടിക്കട്ടെ. And verse 38 says, 38 വാക്യം പറയുന്നു, he who believes in me, as the scripture has said, out of his heart flows
rivers of living water. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. And verse 39 says, 39 he വാക്യം spoke പറയുന്നു, concerning the Holy Spirit. കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഈ വചനം വ്യക്തമായി പറയുന്നു. Whom those believing in him would receive. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച്. So we have to be filled with the power of the Holy Spirit. ആകയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ If we നിറയപ്പെടണം. have the thirst to receive it, the Lord will supply that need. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള ദാഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്കത് Life നൽകും. of Jesus Christ is a beautiful model to all of us. യേശുക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് ഒരു മനോഹരമായ According മാതൃകയാണ്. to 1 Peter chapter 2 verse 21. 1 പത്രോസ് 2:21 പ്രകാരം If you read Acts 10:38, നിങ്ങൾ പ്രവർത്തികൾ 10:38 God വായിക്കുകയാണെങ്കിൽ anointed Jesus of Nazareth himself with the Holy Spirit and with power, who went about doing good and healing all who were oppressed by the devil, for God was with him. ദൈവം നസറായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചു. My precious friends, we have to seek this blessing. നമ്മൾ ഈ അനുഗ്രഹം അന്വേഷിച്ച് സ്വന്തമാക്കേണ്ടതുണ്ട്. Wait at the feet of God. ദൈവത്തിന്റെ കാൽക്കൽ കാത്തിരിക്കുവിൻ. The Lord also received this experience. കർത്താവും ഈ അനുഭവം And also പ്രാപിച്ചിട്ടുണ്ട്. his disciples, if you read Acts chapter 1 verse 5, the Lord says, wait at the feet of God and you will be blessed with the power of God. പ്രവർത്തികൾ 1:5 യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുവിൻ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി They were ലഭിക്കും. confused, they were worried because Jesus was gone. യേശു തങ്ങളെ വിട്ടു പോയതുകൊണ്ട് അവർ വളരെ വിഷമിച്ചു, But if you ആശയക്കുഴപ്പത്തിലായി. read Acts chapter 1 verse 14, എന്നാൽ പ്രവർത്തികൾ 1:14 നിങ്ങൾ nearly വായിക്കുകയാണെങ്കിൽ 120 of them, those who are with Jesus, were gathered together with one accord, they prayed. അന്ന് യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന 120 പേർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. As they prayed, according to Acts chapter 2, they all were filled with the power of God, with the Holy Spirit. അവർ പ്രാർത്ഥിച്ചപ്പോൾ പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ അവർ എല്ലാവരും പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെടുന്നു. Because they received the Holy Spirit, what happened? അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതുകൊണ്ട് എന്താണ് അവർക്ക് If you read സംഭവിച്ചത്? 2 Corinthians chapter 3 verses 17 and 18, നിങ്ങൾ 2 കൊരിന്ത്യർ 3:17-18 we വായിക്കുകയാണെങ്കിൽ will be transformed into the same image from glory to glory, just as by the Spirit of the Lord. നമ്മൾ എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. We will be transformed like Jesus. നമ്മൾ യേശുവിനെ പോലെ A glorious രൂപാന്തരപ്പെടും. life. ഇതാണ് This മഹനീയമായ is the ജീവിതം. foundation we should have. അതിന് ഈ അടിസ്ഥാനമാണ് My നമുക്കുണ്ടായിരിക്കേണ്ടത്. husband was reading the word of God, as I said, even when he was very young. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ എന്റെ ഭർത്താവ് വചനം വായിച്ചിരുന്നു. As he was reading, one day he came across the verse Acts 10:38. ഒരു ദിവസം അദ്ദേഹം വചനം വായിക്കുമ്പോൾ പ്രവർത്തികൾ 10:38 വായിക്കുവാൻ He ഇടയായി. said, when Jesus had to be filled with the Holy Spirit, how much more I should receive the power of God. അദ്ദേഹം പറഞ്ഞു, യേശു തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണമെങ്കിൽ ഞാൻ എത്രമാത്രം ആ ശക്തി പ്രാപിക്കണം. 7 years he was going on praying and praying and praying, Lord, when will you fill me with the Holy Spirit? കർത്താവെ, എപ്പോഴാണ് അങ്ങ് എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുക എന്ന് ചോദിച്ചുകൊണ്ട് 7 വർഷങ്ങൾ അദ്ദേഹം The പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Lord filled him in a marvelous way one night. അത്ഭുതകരമായ രീതിയിൽ ഒരു രാത്രിയിൽ ദൈവം അദ്ദേഹത്തെ And നിറച്ചു. after that, he didn't stop with that. അതുകൊണ്ട് അദ്ദേഹം He നിർത്തിയില്ല. read the word of God. അദ്ദേഹം ദൈവത്തിന്റെ വചനം He never വായിച്ചു. said, oh, that's enough, I have received the power of God. എനിക്ക് ദൈവശക്തി ലഭിച്ചു, ഇനി മതിയെന്ന് അദ്ദേഹം As he പറഞ്ഞില്ല. was reading, he read the life of all the disciples and about Jesus himself. അദ്ദേഹം വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാരുടെയും യേശുവിന്റെയും ജീവിതത്തെക്കുറിച്ച് How വായിച്ചു. they were filled with the power of God അവർ ദൈവശക്തിയാൽ എങ്ങനെയാണ് and the gifts of നിറഞ്ഞതെന്ന്, the Holy Spirit പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാലും and the fruits of the Holy Spirit. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ They ഫലങ്ങളാലും all started to shine for the glory അവർ of God. എല്ലാവരും ദൈവനാമ മഹത്വത്തിനായി പ്രകാശിക്കുവാൻ This is തുടങ്ങി. how you and I should pray and receive all God's abundant blessings by spending time at His presence. ഇങ്ങനെയാണ് ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചുകൊണ്ട് നിങ്ങളും ഞാനും പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടത്. Seeking Him with all our heart, പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താം. having a close communion with the Lord. ദൈവത്തോട് അടുത്ത ബന്ധം പുലർത്താം. My friends,
എന്റെ സ്നേഹിതന്മാരെ, May the Lord give you these blessings. ദൈവം നിങ്ങൾക്ക് ഈ അനുഗ്രഹം Let നൽകട്ടെ. us all look to Him and ask the Lord to fill us also with the same experience. നമുക്കെല്ലാവർക്കും ദൈവത്തിങ്കിലേക്ക് നോക്കാം. അതേ അനുഭവത്താൽ നമ്മെ നിറയ്ക്കുന്നതിനായി Shall പ്രാർത്ഥിക്കാം. we pray? നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. Our precious Heavenly Father, thank you, Lord, for the wonderful presence. ഞങ്ങളുടെ വിലയേറിയ സ്വർഗീയ പിതാവേ, അങ്ങയുടെ അത്ഭുത സാന്നിധ്യത്തിന് We നന്ദി. are in your presence, O Father. ഞങ്ങൾ അങ്ങയുടെ Look to the സന്നിധിയിലാകുന്നു. hearts of your children. അങ്ങയുടെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് Those നോക്കേണമേ. who want to have a close communion with the Lord, Lord, teach them your ways. അങ്ങയുടെ അടുത്ത ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങയുടെ വഴി Keep പഠിപ്പിച്ചു your eyes കൊടുക്കണമേ. upon them and counsel them and let them have a close communion with you. അവരുടെ മേൽ ദൃഷ്ടി വെച്ച് അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കണമേ. അങ്ങയുടെ അടുത്ത ബന്ധം പുലർത്തുവാൻ Right അവർക്ക് now, സാധിക്കട്ടെ. touch their hearts, O Father. ഇപ്പോൾ പിതാവേ, അവരുടെ ഹൃദയങ്ങളെ Let them have a സ്പർശിക്കണമേ. close communion by spending time with you in prayer. പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചുകൊണ്ട് അങ്ങയോട് അടുത്ത ബന്ധം പുലർത്തുവാൻ അവർക്ക് Reading സാധിക്കട്ടെ. the word of God. വചനം Let വായിച്ചുകൊണ്ട് them all open their hearts and accept you as their Savior. അവർ എല്ലാവരും ഹൃദയം തുറന്ന് അങ്ങയെ രക്ഷിതാവായി Right സ്വീകരിക്കട്ടെ. now, give them the grace, Lord. ഇപ്പോൾ അവർക്ക് അതിനുള്ള കൃപ Let them നൽകണമേ. all love you with all their heart, Master. അവർ എല്ലാവരും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ Give സ്നേഹിക്കട്ടെ. them the desire to obey your word, to read your word, to do according to your word, and help them to have a close communion with you through that, O Father. അങ്ങയുടെ വചനം വായിക്കുവാനും അനുസരിക്കുവാനും അങ്ങയുടെ വചനാനുസരണം ജീവിക്കുവാനുമുള്ള ആഗ്രഹം അവർക്കങ്ങ് നൽകണമേ. Draw everyone to come closer to you. അങ്ങയോട് അടുത്ത് ജീവിക്കുവാൻ അവരെ എല്ലാവരെയും Draw them near സഹായിക്കണമേ. you, O Father. അവരെ അങ്ങയുടെ അടുക്കലേക്ക് Especially വലിച്ചടുപ്പിക്കണമേ. touch the hearts of the young people. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഹൃദയത്തെ Let അങ്ങ് them not follow സ്പർശിക്കണമേ. your ways. അവർ അങ്ങയുടെ വഴികളിൽ Lord, സഞ്ചരിക്കുന്നില്ലെങ്കിൽ do a miracle. കർത്താവെ, ഒരു അത്ഭുതം Do a ചെയ്യണമേ. miracle. ഒരു അത്ഭുതം Right now, പ്രവർത്തിക്കണമേ. draw them closer to ഇപ്പോൾ you. അവരെ അങ്ങയോട് വലിച്ചടുപ്പിക്കണമേ. Let them become your children. അവർ അങ്ങയുടെ മക്കളായി തീരട്ടെ. Let them call you Abba, Father. അവർ അങ്ങയെ അബ്ബാ പിതാവേ എന്ന് And വിളിക്കട്ടെ. let them have unity with you. അവർ അങ്ങയോട് പറ്റിച്ചേരട്ടെ. Do this miracle right ഈ now. അത്ഭുതം ഇപ്പോൾ ചെയ്യണമേ. Give them grace to have the desire to read the Word of God and to spend time at your presence. വചനം വായിക്കുവാനും അങ്ങയുടെ സന്നിധിയിൽ സമയം ചെലവഴിക്കുവാനുമുള്ള ആഗ്രഹം അങ്ങവർക്ക് നൽകണമേ. As they do it, Lord, teach them your ways. അവർ അപ്രകാരം ചെയ്യുമ്പോൾ അങ്ങയുടെ വഴികൾ അവരെ Teach പഠിപ്പിക്കണമേ. them how to grow in you, O Father. അങ്ങിൽ എങ്ങനെയാണ് വളരേണ്ടതെന്ന് അവരെ പഠിപ്പിക്കണമേ. Father, teach them, Lord. പിതാവേ, അവരെ Let them പഠിപ്പിക്കണമേ. be drawn to thee all the അവർ time. എപ്പോഴും അങ്ങിലേക്ക് ആകർഷിക്കപ്പെടട്ടെ. No one should go astray. ആരും നാശത്തിലേക്ക് പോകാൻ As you ഇടവരരുത്. drew Saul to Paul, Lord, touch the hearts of all the people who are living like Saul. അങ്ങ് ശൗലിനെ പൗലോസാക്കി മാറ്റിയതുപോലെ ശൗലിനെ പോലെ ജീവിക്കുന്ന എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. Touch their hearts right ഇപ്പോൾ now. അവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. Let them be drawn to അവർ thee. അങ്ങിലേക്ക് Let ആകർഷിക്കപ്പെടട്ടെ. them come closer to you like David, അവർ ദാവീദിനെ പോലെ അങ്ങയുടെ അടുക്കൽ വരട്ടെ. like Paul. പൗലോസിനെ പോലെ Let them become your beloved children right അവർ now. അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി തീരട്ടെ. Father, പിതാവേ, those who have the thirst to receive the power of God, supply this need right now. ദൈവശക്തി പ്രാപിക്കണമെന്ന ആഗ്രഹം ആർക്കെല്ലാം ഉണ്ടോ ആ ആഗ്രഹം ഇപ്പോൾ നിറവേറ്റണമേ. You have said, ask and it shall be given unto you. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. As they are asking right അവർ now, ഇപ്പോൾ അങ്ങയോട് യാചിക്കുമ്പോൾ fill me, Lord, with the Holy Spirit പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് and with the യാചിക്കുമ്പോൾ power of God. ദൈവശക്തിയാലും Fill them, Father. അവരെ ഇപ്പോൾ നിറയ്ക്കണമേ. Fill them, Lord. അവരെ ഇപ്പോൾ Fill നിറയ്ക്കണമേ. every one of them. എല്ലാവരെയും Right നിറയ്ക്കണമേ. now, let them receive the power of God in a mighty ഇപ്പോൾ way അതിശക്തമായ രീതിയിൽ അവർ ദൈവശക്തി പ്രാപിക്കട്ടെ. and use them for your glory. അങ്ങയുടെ നാമമഹത്വത്തിനായി അവരെ Father, ഉപയോഗിക്കണമേ. let their lives be transformed like you. അവരുടെ ജീവിതങ്ങളെല്ലാം അങ്ങയെപ്പോലെ രൂപാന്തരപ്പെടട്ടെ. Hallelujah. ഹല്ലേലൂയ. As you are doing that, അങ്ങ് അപ്രകാരം ചെയ്യുമ്പോൾ we give glory to your സകല name. മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് Thank you, കരയറ്റുന്നു. Lord. പിതാവേ നന്ദി. Thank you, Lord, കർത്താവേ for നന്ദി. drawing many people closer to അങ്ങ് you. നിരവധി പേരെ അങ്ങിലേക്ക് ആകർഷിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Thank you, Father. പിതാവേ നന്ദി. Right now you are drawing your people closer to ഇപ്പോൾ you അങ്ങയുടെ മക്കളെ അങ്ങ് അങ്ങിലേക്ക് ആകർഷിക്കുന്നു. and supply all these അവരുടെ needs. സകല ആവശ്യങ്ങളും And നിറവേറ്റണമേ. let them all do your ministry with the power
power of God. അവർ എല്ലാവരും ദൈവശക്തിയോടെ അങ്ങയുടെ ശുശ്രൂഷ ചെയ്യട്ടെ. Thank you, Lord. പിതാവേ നന്ദി. Thank you, Lord. പിതാവേ We നന്ദി. give you all the glory. സകല മഹത്വവും In അങ്ങേക്ക്. Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen.